ഹലോ, നമ്മൾ ഇൻറ്റജേഴ്സ് ലാസ്റ്റ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ചാപ്റ്റർ 1. ഓക്കെ, ഇൻറ്റജേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു തുടങ്ങി. ഓക്കെ, 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു: ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. Okay, so you listen, what is distributive property? We can write distributive property this way: for any 3 integers a, b and c, a into b plus c, that is equal to a into b plus a into c. That is distributive property for integers. Okay, for any 3 integers we can see a into b plus c is equal to a into b plus a into c. ഓക്കെ, ദെൻ ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് സിമ്പിളാക്കാൻ പറ്റും. ഏത് കാൽക്കുലേഷനും സിമ്പിളാക്കാനായിട്ട് നമുക്ക് ഈ 3 പ്രോപ്പർട്ടീസ്, മെയിൻലി ദീസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ബൈ യൂസിങ് ദീസ് പ്രോപ്പർട്ടീസ് വി ക്യാൻ ചേഞ്ച് അവർ കാൽക്കുലേഷൻസ് ആർ സംവോ ഈസിയർ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കുറച്ച് ഈ കാൽക്കുലേഷൻ ഈസി ആക്കാൻ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഈസി ആക്കണം. കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമ്പിൾസ് കാണിക്കാം. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടു. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളുടെ കാൽക്കുലേഷൻസ് നമുക്ക് സിമ്പിളാക്കാം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഹെഡിങ് നോക്കിയോ, മേക്കിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഈസിയർ. ഓക്കെ, ഹിയർ വൺ എക്സാമ്പിൾ വി ക്യാൻ സി -25 times 37 times 4. Can you see that question is this way: -25 times 37 times 4. Okay, is it not clear? Once more listen. The question is this way: -25 times 37 times 4. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ നോർമലി ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് വി മൾട്ടിപ്ലൈ -25 ആൻഡ് 37 ആൻഡ് ദാറ്റ് ആൻസർ വി മൾട്ടിപ്ലൈ വിത്ത് 4. ദാറ്റ് ഈസ് നോട്ട് ഈസി. 25 ആൻഡ് 37 ടു ഡിജിറ്റ് നമ്പേഴ്സ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ആ ആൻസറിനെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ നോർമൽ മൾട്ടിപ്ലിക്കേഷനിൽ we can do, but we needed some time. But here by using the property നമുക്ക് ഇതിനെ ഈസി ആക്കാം. Then for that we can group -25 and 4 together. So for that first we interchange this 37 and 4 by commutative property. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. -25, 37ഉം 4ഉം, that order we can change. First I write 4 and then 37. By commutative property we can multiply the numbers in any order. 37 times 4 is same as 4 times 37. So we can rewrite 37 times 4 as 4 times 37. Okay, by commutative property we can rewrite that way. Then after that by associative property we can group the numbers in any order. 25 and 4 we can group together. So after giving this bracket we can see first we multiply -25 and 4. 25 times 4 is 100, so -25 times 4 is -100. So -100 times 37, so we can see the answer, that is -37 and 2 more zeros. 100 കൊണ്ട് multiply and we can give 2 more zeros, that means -3700 is the answer. In a second we can find the answer. അല്ലേ, 25 into 37 into 4 എന്നുള്ളത് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന ടൈമിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ആൻസർ
negative 3700. By grouping the numbers we can find. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസിയർ ആക്കാൻ വേണ്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മളുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. നൗ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഫൈൻഡ് 16 times 12. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 16 times 12. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്ക് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മളുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 16 times 12 കുറച്ച് ഈസി ആക്കി നമുക്ക് ചെയ്യാം. ദെൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം, 12 എന്നുള്ള നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഒരു റൗണ്ടഡ് നമ്പറും പിന്നെ ഒരു ചെറിയ നമ്പറുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. വി നോ 12 മീൻസ് 12നെ നമുക്ക് 10 + 2 എന്ന് എഴുതാം. 10ഉം 2ഉം മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 10 and 2 ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പോൾ 16 times 12 എന്നുള്ളതിനെ 16 times 10 + 2 എന്ന് റീറൈറ്റ് ചെയ്യാം. Then we can apply our distributive property. So you listen here. നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു 16 times 12. അപ്പം പ്രോപ്പർട്ടി ഒന്നുകൂടെ ഓർത്ത് വെച്ചോ. ഹിയർ A into B plus C is equal to A into B plus C. അതായിരുന്നു നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. A into B plus A into B plus A into C. A into B plus A into C. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യണത് ഈ 12 എന്നുള്ള നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 16 times 12 10 + 2 എന്ന് എഴുതി. നൗ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡ് A into B plus C എന്നുള്ള ഫോമിലായി 16 into 10 + 2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ റൈറ്റ് സൈഡ് എന്താ പറയുന്നത്, A into B plus A into C. നൗ നമ്മുടെ ക്വസ്റ്റ്യനിലെ 16 എന്ന് പറഞ്ഞത് A, 10 B ആൻഡ് C ഈസ് 2. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും റൈറ്റ് സൈഡിലെ പോലെ എഴുതും. A into B plus A into C. ദാറ്റ് മീൻസ് ഹിയർ A ഈസ് 16. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 16 times 10. ബിയുടെ വാല്യൂ 10 ആണല്ലോ, പ്ലസ് 16 times 2. 16 ഈസ് A. So A into B plus A into C. So 16 times 10, that calculation is very simple, 160. 16 and right ഒരു 0 കൊടുക്കുമ്പം 160 ആയി. 16 times 2 simple calculation, that is 32. Then 160 and 32 we can add in our mind itself. 160 plus 32 എന്ന് പറയുമ്പോൾ 192. So the answer 16 times 12, that is 192. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട്, ഇല്ലേ? ഇതുപോലെ നമുക്ക് ഏത് നമ്പറിനെയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം ഇവിടെ 102 എന്നായിരുന്നെങ്കിൽ നമുക്ക് 100 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 101 ആണെങ്കിൽ 100 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, ഇല്ലേ? ഇനി എപ്പോഴെങ്കിലും നമ്മൾക്ക് 98 അല്ലെ 99 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 100 - 2 അല്ലെങ്കിൽ 100 - 1 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഫോർ സബ്ട്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഫോർ അഡീഷൻ ആയപ്പോൾ നമ്മൾ ചെയ്തത് A into B plus C ചെയ്തു. അതുപോലെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ഫോർ സബ്ട്രാക്ഷൻ എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാം, A into B minus C. A into B minus C is equal to A into B minus A into C. ഈ ഫോമാറ്റിൽ എഴുതിയാൽ അത് സബ്ട്രാക്ഷൻ ഫോമാറ്റായി. ഓക്കെ, A into B minus C is equal to A into B minus A into C. ഓക്കെ, അപ്പം 98 അല്ലെ 99 ഓർ 9 ഓർ 49 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഒരു റൗണ്ടഡ് നമ്പർ മൈനസ് നമ്മൾ ചെയ്യും. ഓക്കെ,
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ. ഹിയർ വി ക്യാൻ സി -35 ടൈംസ് -98. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് -35 ടൈംസ് -98. 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ -35 ടൈംസ് -98 എന്നുള്ളതിനെ നമുക്ക് 35 ടൈംസ് 98 എന്ന് എഴുതിയാലും സെയിമാണ് അല്ലേ. 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൻസർ പോസിറ്റീവാണ്. സോ -35 ടൈംസ് -98 ഈസ് സെയിം ആസ് 35 ടൈംസ് 98. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ 98നെ 100 - 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ 35 ടൈംസ് 98 എന്ന് ഓർത്താൽ മതി. ഇനി അതിനെ നമ്മൾ എഴുതുമ്പം 35 ടൈംസ് 98നെ 100 - 2 എന്ന് എഴുതി. ദെൻ അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് എഴുതാം a × b - a × c. ദാറ്റ് ഈസ് 35 ടൈംസ് 100 മൈനസ് 35 ടൈംസ് 2. 35 ടൈംസ് 100 മൈനസ് 35 ടൈംസ് 2. 35 times 100 means 3, 5 and 2 more zeros, that is 3500. 35 minus 2 എന്ന് പറഞ്ഞാൽ that is 70. Okay, so 3500 minus 70. 100 minus 70 30 ആണ്. So 500 minus 70 എന്ന് പറയുമ്പോൾ 430 ആയിരിക്കും. സോ ആൻസർ ഈസ് 3430 അല്ലേ. നമുക്ക് കാൽക്കുലേഷനൊന്നും വർക്കിംഗ് കോളത്തിലൊന്നും ചെയ്ത് നോക്കാതെ തന്നെ നമ്മുടെ മൈൻഡിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. ദെൻ സോ 35 ടൈംസ് 98 ചെയ്താൽ 3430 ആയിരുന്നു. വെരി ഈസിലി വി ഫൈൻഡ് ദാറ്റ് ആൻസർ ബൈ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഫോർ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യണത് കണ്ടു. ഇതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റിനും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പം ഗ്രൂപ്പിംഗ് ദ നമ്പേഴ്സ് by that means by associative property and commutative property also we can use for making our calculation as easier. Okay, ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കാൽക്കുലേഷൻസ് വെരിഫൈ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഈ സെക്ഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ 5ലാണ് നമ്മൾ മേക്കിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഈസിയർ ബൈ യൂസിങ് പ്രോപ്പർട്ടി വെച്ച് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നമുക്കിങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം 8 ടൈംസ് 53 ടൈംസ് -125. ദർ എന്ത് ചെയ്യും, നമ്മൾ 8ഉം 125ഉം കൂടെ ഗ്രൂപ്പ് ചെയ്യണം. 125 ടൈംസ് 8 എന്ന് പറഞ്ഞത് 100 ആണ്. അപ്പം -125 ടൈംസ് 8 എന്ന് പറയുമ്പോൾ നോട്ട് 100, 1000. 25 ടൈംസ് 400. 8 ടൈംസ് 125 എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ -125 ടൈംസ് 8 എന്ന് പറയുമ്പോൾ -1000 ആവും. അപ്പോൾ -1000 ടൈംസ് 53. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 8 ടൈംസ് 53 ടൈംസ് you can see here 8 times 53 times -125 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ 8ഉം 125ഉം കൂടെ ഗ്രൂപ്പ് ചെയ്യും ഫസ്റ്റ്. അപ്പോൾ നമുക്ക് -1000 കിട്ടും. ഇനി ഈ -1000ഉം ഈ 53യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം -53 ആൻഡ് 1000, ദാറ്റ് മീൻസ് -53,000 ആൻസർ വരും. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഈ 8 53 മൾട്ടിപ്ലൈ ചെയ്യണം, ആ നമ്പറിനെ വീണ്ടും 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് ബൈ ഗ്രൂപ്പിംഗ് വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ ആസ് ദിസ് വേ, ആസ് വെരി ഫാസ്റ്റ്. ഓക്കെ, സോ ആൻസർ -53,000 എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ സിയിൽ അതുപോലെ -25 ടൈംസ് 4 -4 ഉണ്ട്. അവിടെ